ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ സിംഗിൾ ബെഡ്റൂം കാറ്റഗറിയിലുള്ള റൂംസാണ്. എല്ലാ റൂമുകളും ഒരേ സ്ട്രക്ചറിലാണ് വരുന്നത്. അങ്ങനത്തെ സിംഗിൾ ആയിട്ട് വരുന്നത് ടോട്ടൽ 6 റൂമുകളാണുള്ളത്. നമുക്ക് ആദ്യം ഈ ഒരു റൂം കണ്ടിട്ട് വരാം. ഈ ഒരു സിംഗിൾ ബെഡ്റൂമിലേക്ക് കയറി വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റൂമിലെ ബെഡ് മേക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ വളരെ പ്രോപ്പറായിട്ടും നീറ്റായിട്ടും ചെയ്തിട്ടുണ്ട്. തൊട്ട് സൈഡിലായിട്ട് തന്നെ ചാർജിങ് പോയിൻറ്റും അതേപോലെ തന്നെ ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് സോഫ സെറ്റൊക്കെ കൊടുത്തിട്ടുള്ളത് കാണാം. ഈ റൂമിൽ ബെഡിന് ഓപ്പോസിറ്റായിട്ട് തന്നെ ടിവിയും അതേപോലെ തന്നെ വൈഫൈ സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ എടുത്തു പറയാനുള്ളത് ഈ ഒരു റൂം AC റൂംസ് അല്ല, നോൺ AC റൂമാണ്. പിന്നെ റൂമിൽ ഷെൽഫും അതേപോലെ തന്നെ വേസ്റ്റ് ബിന്ന്, വാഷ് ബേസും അതേപോലെ തന്നെ ഇലക്ട്രിക് കെറ്റിൽ തുടങ്ങിയ സംവിധാനങ്ങളും ഈ ഒരു റൂമിൽ കൊടുത്തിരിക്കുന്നത് കാണാം. ഈ ഒരു റൂമിൻ്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ബാൽക്കണിയാണ്. ബാൽക്കണിയിലേക്ക് വരുമ്പോൾ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കപ്പിൾസൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഈ റൂമും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ വാഷ് ബേസും അതേപോലെ തന്നെ മിറർ എല്ലാ ഫെസിലിറ്റീസും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം വളരെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഈ ബാത്റൂം അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും ഫെസിലിറ്റീസാണ് ഈ ഒരു സിംഗിൾ ബെഡ്റൂമിൽ അവർ കൊടുത്തിട്ടുള്ളത്. ബാക്കി വരുന്ന 5 റൂമുകളും ഇതേപോലെ തന്നെ സെയിം ഫെസിലിറ്റീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ 2 ബെഡ്റൂം കോട്ടേജാണ്. 2 ബെഡ്റൂം കോട്ടേജിലേക്ക് വരുന്ന സമയത്ത് നല്ലൊരു ലിവിങ് സ്പേസ് ഇവിടെ കാണാം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ്. ഈ ഒരു റൂമിൽ കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഒരു ഭാഗത്തായിട്ട് ഇവിടെ ടേബിളും ചെയറും കൊടുത്തിരിക്കുന്നത് കാണാം. അതേപോലെ തന്നെ 4 പേരൊക്കെ അടങ്ങുന്ന ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇരിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള വലിയ സോഫ സെറ്റും മിനി ടേബിളും അതേപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ടെലിവിഷനും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ടീ മേക്ക് ചെയ്യാനോ ഒക്കെ ആവശ്യമായിട്ടുള്ള ടീ സപ്ലൈസും ഇലക്ട്രിക് കെറ്റിലും വാഷ് ബേസൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടുന്ന് പുറത്തേക്ക് ചെറിയൊരു ബാൽക്കണി വരുന്നുണ്ട്. ബാൽക്കണിയിലെ ഗ്ലാസ് മാറ്റി കഴിഞ്ഞാൽ പുറത്ത് പോവുകയും പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ആദ്യത്തെ റൂമിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു റൂമാണ്. ബെഡും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ 2 പേർക്കുള്ള സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ സൈഡിലായിട്ട് മിനി ടേബിളും ചാർജിങ് പോയിൻറ്റും കൊടുത്തിരിക്കുന്നത് കാണാം. ഈ റൂം AC റൂമാണ്. അതേപോലെ തന്നെ ഫാനും കൊടുത്തിട്ടുണ്ട്. ബെഡിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു മിറർ സ്റ്റാൻഡ് കൊടുത്തിരിക്കുന്നത് കാണാം. സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ഷെൽഫും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ റൂമും അറ്റാച്ച്ഡ് ആണ് വരുന്നത്. ബാത്റൂമിന് ആവശ്യത്തിലുള്ള സ്പേസിൻ്റെ എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. 2 റൂമിലും ഒരേപോലെയുള്ള ഫെസിലിറ്റീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു റൂം കണ്ടു കഴിഞ്ഞാൽ തന്നെ 2 റൂമും മനസ്സിലാവും. ഈ 2 റൂമുകൾക്കും കൂടെ ചേർന്നിട്ടൊരു കോമൺ ബാൽക്കണിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 2 ബെഡ്റൂം കോട്ടേജും അതിൽ കൊടുത്തിരിക്കുന്ന സൗകര്യങ്ങളും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സ്റ്റുഡിയോ കാറ്റഗറിയിൽ വരുന്ന റൂമാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ്. അതേപോലെ തന്നെ ബെഡും കാര്യങ്ങളൊക്കെ വളരെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. സൈഡിലായിട്ട് മിനി ടേബിളും ചാർജിങ് പോയിൻറ്റും കൊടുത്തിരിക്കുന്നത് കാണാം. ബെഡിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ ആവശ്യമായിട്ടുള്ള ഷെൽഫ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ടിവിയും സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൂമിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ ബാൽക്കണിയാണ്. ബാൽക്കണിയിലേക്ക് വരുവാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ്. ഇവിടുന്ന് പുറത്തേക്ക് നോക്കുവാണെങ്കിൽ നല്ലൊരു ഫോറസ്റ്റ് വ്യൂ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. നല്ല തണുത്ത കാറ്റും വളരെ സൈലൻ്റ് ഒക്കെ ആയിട്ടുള്ള ഏരിയ ഉണ്ട്. റിലാക്സ് ചെയ്തിരിക്കാനുള്ള ചെയറും അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കപ്പിൾസിനാണ് കുറച്ചുകൂടെ ഈ റൂം സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ ഈ റൂമും AC റൂമാണ്. ACക്ക് പുറമെ ഫാനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂമിൽ എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടും ബാത്റൂം സൂക്ഷിച്ചിട്ടുണ്ട്. ഇത്രയും ഫെസിലിറ്റീസാണ് ഈ ഒരു റൂമിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു പ്രോപ്പർട്ടിയിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ടോട്ടൽ 30 റൂംസാണ് വരുന്നത്. 11ഓളം സ്റ്റുഡിയോ റൂമുകളും 6 2 ബെഡ്റൂം കോട്ടേജുകളും 6 സിംഗിൾ കോട്ടേജുകളും വരുന്നുണ്ട്. അങ്ങനെ 100 മെമ്പേഴ്സിന് വരെ കംഫർട്ടബിളായിട്ട് വിത്ത് എക്സ്ട്രാ ബെഡ് ഉൾപ്പെടെ ഇവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കും. ഫാമിലീസിനും അതേപോലെ തന്നെ കപ്പിൾസിനാണ് മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. നിലവിൽ ബാച്ചിലേഴ്സിൻ്റെ ഗ്രൂപ്പിനെ ഇവിടെ എടുക്കുന്നില്ല. ഇവിടെ കൊടുത്തിരിക്കുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഷട്ടിൽ ബാറ്റ്, ക്യാരംസ്, ചെസ്സ്, അതേപോലെ തന്നെ സ്വിമ്മിംഗ് പൂള്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നല്ലൊരു ലോഞ്ചും ബ്രിഡ്ജും കൊടുത്തിട്ടുണ്ട്. ബ്രിഡ്ജിൻ്റെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൗണ്ടൻ വ്യൂസ്, അതായത് ഇവിടുത്തെ നല്ലൊരു ഫോറസ്റ്റ് ആംബിയൻസും അടുത്തുള്ള പുഴയുടെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാൻ പറ്റും. ഇത്രയും സൗകര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ആയിരിക്കും
പ്രധാനമായിട്ട് അവർ തരുന്നത്. അതിനുള്ള ഡൈനിങ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അറ്റ് എ ടൈം 24 മെമ്പേഴ്സിന് വരെ ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിന് പുറമെ ക്യാമ്പ് ഫയർ, ബാർബിക്യൂ ഇതൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട ശേഷം ഇവിടെ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും അതിലേക്ക് അയച്ചു തരിക. നിങ്ങൾക്ക് ഏറ്റവും നല്ല ബഡ്ജറ്റിൽ ഇവിടെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു തരും. അപ്പോൾ വയനാട്ടിലെ തന്നെ ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രോപ്പർട്ടീസിൻ്റെ വീഡിയോസായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.